ആരോ മെസ്സേജ് അയച്ച് തകർക്കുന്നുണ്ടല്ലോ. കോളേജ് റീയൂണിയനാ, അതിന്റെ ഗ്രൂപ്പിലെ ബഹള. അടിപൊളി. അപ്പൊ ഒരു ദിവസം തകർക്കാനുള്ള സംഭവമായല്ലോ. ഏയ് ഇല്ല, ഞാൻ പോകുന്നില്ല. അതെന്താ? അത് നിക്ക് അവസാനത്തെ 2-3 സ്റ്റെപ്പ് ഒന്നും കൂടെ കളിക്കാം. 1 2 3. എന്തുപറ്റി? എന്തിനാ കരയുന്നേ? എന്തുപറ്റി? കാര്യം പറ. നീ കുറച്ച് വെള്ളം എടുക്ക. ഇത് കുടിക്ക്. എന്താ കാര്യം എന്ന് പറയും. അവനെ ഉപദ്രവിക്കാൻ വന്നു. ആര്? വൃത്തിയും കൂട്ടുകാരും. എവിടെ പോണ്? എന്താടി നീ അവനെ കാണാൻ വേണ്ടിട്ടാണോ ഇത്ര വേഗത്തിൽ പോകുന്നത്? ഓടി. തന്റെ മുഖത്ത് എന്താ കണ്ണില്ലേ? എവിടെ നോക്കിയാടോ നടക്കുന്നേ? ഇങ്ങോട്ട് വാടി. നിക്കടി ഇവിടെ. പോലെ ഞാൻ എവിടെ നോക്കിയാ നടക്കുന്നത് മോൾക്ക് കാണണ്ടേ? കാണണ്ടേ മോൾക്ക്? ഇപ്പൊ കാണിച്ചു തരാട്ടോ. കണ്ടിട്ട് പോടി. അയ്യോ പോലെ കണ്ടിട്ട് പോ. നീ വാ, നമുക്ക് അങ്ങോട്ട് പോ. വേണ്ട ദുർഗെ, അവിടേക്ക് പോണ്ട. അവന്മാര് വൃത്തികെട്ടവന്മാരാ, എന്തും ചെയ്യും. എനിക്ക് അതൊന്ന് കാണണമല്ലോ. നീ വാ. എടി ഓടിപ്പോളെ കൂട്ടി വേർത്തി വരുന്നുണ്ടല്ലോ. ചോദിക്കാനാണോ വാങ്ങാനാണോ? ഇങ്ങോട്ട് വന്നാ വാങ്ങിച്ചോണ്ടേ പോവൂ. വേണോ? ഇവരല്ലേ നിന്നെ ഉപദ്രവിച്ചത്? അതെ. ഉപദ്രവിക്കുന്നവർക്ക് മുന്നിൽ ഭയന്നോടുകയല്ല വേണ്ടത്, തിരിച്ചടിക്കണം. മടിക്കവനെ. ഓ, തല്ലിക്കാൻ കൊണ്ടുവന്നാണല്ലേ? നീ ഇതിൽ ഇടപെടണ്ടളിയാ. ഇത് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാനേ ഉള്ളൂ. നിനക്കൊക്കെ ഞങ്ങളെ തല്ലണോ? തല്ലടി. തല്ലുമോളെ, ചേട്ടന്മാരത് കാണട്ടെ. നിനക്ക് അടിക്കണോടി? അടിക്കടി. നിനക്ക് അടിക്കണോടി? അടിക്കടി. എടി ഇനി ഒരു പെണ്ണിന് നേരെയും നിന്റെ കയ്യൊന്നല്ല നോട്ടം പോലും വീണ് പോരുത്. നീ ജയിച്ചു വരുന്നുണ്ട.
ഞാൻ ഇതിന് പകരം ചോദിച്ചിരിക്കും. പോടാ. അവനൊക്കെ തനിക്കൊരു പ്രശ്നമാണോ? അല്ല, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആവശ്യമില്ലാത്ത ഒരു പ്രശ്നങ്ങളിലും ചെന്ന് ചാടാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യം വളരെ വലുതാ. അത് മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ. ആ, ഇതാണ് പൃഥ്വി. പൃഥ്വി, ഇരിക്ക. പയ്യൻ കൊള്ളാലോ. ശി, പൃഥ്വി, ഇതാണ് അഷിത. ഹായ്. ഹായ്. ഹലോ, ഹലോ, മെഡിക്കൽ സ്റ്റോറിൽ നിന്നാ. ദേവരാജ സാറിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതാ ദുർഗയെ വിളിച്ചേ. ആ പറഞ്ഞോളൂ. അടുത്ത മാസത്തേക്ക് സാറിന് വേണ്ട മരുന്നുകളിൽ മാറ്റമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്ന് സെൻഡ് ചെയ്യാൻ പറയാമോ? അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. വൈകിട്ട് അയക്കാൻ പറഞ്ഞാൽ മതിയോ? ഉടനെ കിട്ടിയാൽ നന്നായിരുന്നു. കിട്ടാൻ ബുദ്ധിമുട്ടുള്ള മരുന്ന് വല്ലതും ഉണ്ടെങ്കിൽ സമയമെടുക്കില്ലേ? അതുകൊണ്ടാ. നാളെ സ്റ്റോക്ക് വരുന്നുണ്ട്. ശരി, ഞാനൊന്ന് അച്ഛനെ വിളിച്ചു നോക്കട്ടെ. ശരി മോളെ. അച്ഛനെന്താ ഫോൺ എടുക്കാത്ത? പൃഥ്വി അഷിതയും തമ്മിൽ ആദ്യമായിട്ട് കാണുകയല്ലേ, അപ്പൊ അവര് തമ്മിലൊന്ന് തനിച്ച് സംസാരിക്കണ്ടേ അല്ലേ? അതെ. ചെല്ലശി, പോയിട്ട് വാ. എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. ഒരു കല്യാണം ഒന്നും എൻ്റെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ കല്യാണം കഴിച്ച ഫ്രീഡം കളയുന്ന കോൺസെപ്റ്റിനോട് എനിക്ക് എതിർപ്പായിരുന്നു. ബട്ട് തന്നെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. അഷിതയ്ക്ക് എന്നെ ഇഷ്ടമായോ? ഹലോ, മനസ്സിൽ എന്താ വെച്ചാൽ തുറന്നു പറഞ്ഞോളൂ. ഇഷ്ടമായോ? എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. നിന്റെ അച്ഛനെ വിളിച്ച് ഫോൺ എടുത്തില്ലായിരുന്നെങ്കിലേ നിനക്ക് അബിയെ വിളിച്ചൂടായിരുന്നില്ലേ? അമ്പലത്തിന്റെ അകത്താണെങ്കിലും അവനെടുക്കും. ചെറിയമ്മ കണ്ട വഴക്ക് പറഞ്ഞാലോന്ന് ഓർത്തിട്ടാ ഞാൻ. വസുമതിയെ പേടിച്ചിട്ട് എന്റെ മോൻ ഫോൺ കട്ട് ചെയ്യും. പക്ഷേ അബി അങ്ങനെ ചെയ്യും തോന്നില്ല. നീ ഒന്ന് വിളിച്ചു നോക്കുമോളെ, മരുന്നിന്റെ കാര്യല്ലേ. അയ്യോ, മുത്തശ്ശി, ഈ ഫോണിന്ന് വിളിച്ചേ. ഏ, ഹലോ ദുർഗേച്ചി. ഞാൻ മുത്തശ്ശി. അബി, നീ തൊഴുതുറങ്ങിയോ? അതിന് ഞങ്ങൾ അമ്പലത്തിലൊന്നും പോയില്ല മുത്തശ്ശി.
പിന്നെ നിങ്ങൾ എവിടെയാ പോയത്? ഞങ്ങളിവിടെ ടൗണിലൊരു ഹോട്ടലിലാണ്. അഷിത ചേച്ചിക്ക് ഒരു കല്യാണാലോചന, ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. റിസോർട്ടിന്റെ പേരെന്താ? ഹോട്ടൽ സാഗര. ശരി. അബി എന്താ പറഞ്ഞേ? നീ വാ. എന്താ മുത്തശ്ശി? എവിടേക്കാ? അതൊക്കെ പറയാം, വാ. നീ വാ. മുത്തശ്ശി വാ. കല്യാണമൊക്കെ ഈശ്വരൻ തീരുമാനിക്കുന്ന കാര്യമാണ്. ആരാരോട് ശരണെന്ന് ഭഗവാന് മാത്രമേ അറിയൂ. അത് ശരിയാണ്. അല്ലെങ്കിൽ പിന്നെ പൃഥ്വിയെ പോലൊരാൾക്ക് ഇതുപോലൊരു വിവാഹം തീരുമാനിക്കൂ? കോടീശ്വരന്മാരായ എത്രയോ പേരുടെ ആലോചനകൾ വന്നതാ. ചന്ദ്രമതി, പൃഥ്വിക്ക് ഏറ്റവും യോജിച്ച കല്യാണാലോചന തന്നെയാണിത്. സത്യത്തിൽ ഈ ആലോചന കൊണ്ടുവന്നതിന് പൂർണ്ണിമയോടാണ് നന്ദി പറയേണ്ടത്. സത്യത്തിൽ ഭാഗ്യം ചെയ്തത് അക്ഷിതയാ. അല്ലെങ്കിൽ ഇതുപോലൊരാലോചന എന്റെ മോൾക്ക് വരുമോ? ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധമല്ലേ ഇത്? രണ്ടുപേരെ മനസ്സ് തുറന്ന് സംസാരിച്ചല്ലോ അല്ലേ? അതിനൊക്കെ ഇനി ധാരാളം സമയം കിടക്കുകയല്ലേ? അതെ അതെ. പൃഥ്വി, നീ എവിടെ പോവാ? ഞാൻ ഇപ്പൊ വരാം. എത്രയായി? 100 രൂപ. ആ, കൊടുക്കുമോളെ. വാ. അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞ് വന്ന സ്ഥലം കണ്ടില്ലേ? കൊള്ളാം. മുത്തശ്ശി എന്താ പറ്റിയേ? നീ മിണ്ടാതെ വാ. കണ്ടില്ലേ? പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന സ്ഥലം കണ്ടില്ലേ? കാണ്. ആ, എല്ലാരും കൂടി ഭജന നടത്തുന്ന കണ്ടില്ലേ? ഞാനിപ്പോ ശരിയാക്കി തരാം. മുത്തശ്ശി മുത്തശ്ശി, വേണ്ട വേണ്ട, അങ്ങോട്ട് പോകണ്ട. വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. നമുക്ക് തിരിച്ചു പോവാം. നീ വിട്. വെറുതെ തിരിച്ചു പോകാനല്ല ഇങ്ങോട്ട് വന്നത്. നീ ഇവിടെ നിൽക്ക്, ഞാൻ എല്ലാരെയും കണ്ടിട്ട് വരാം. മുത്തശ്ശി ഹലോ. ഫോൺ വിളിച്ചാൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായല്ലേ? അല്ല സാർ, എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. ജീവിതത്തിൽ എന്നും എപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്കായിരിക്കണം പ്രയോറിറ്റി. അല്ലെങ്കിൽ പിന്നെ ജീവിതമേ ഉണ്ടായില്ല. അത് മറക്കരുത്. ഇല്ല സാർ, എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ല സാർ. നോ എക്സ്ക്യൂസസ്. അവിടെ കാര്യങ്ങളുടെ അവസ്ഥ എന്താണ്? ഇവിടെ എല്ലാം ഓക്കെയാണ് സാർ. ഞാൻ എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. ഒരു ഡീലിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇനി എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. ഇല്ല സാർ, എല്ലാം ഓക്കെയാണ്. ദേവാ, മുത്തശ്ശി ആരാ? അയ്യോ അയ്യോ. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വിളിച്ചിട്ട് നിന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. നിന്റെ മരുന്നിന്റെ കാര്യങ്ങൾ അവരെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക്. ഇതാരാ? എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അത് പിന്നെ എന്റെ അതെ, ഞാൻ ഇവന്റെ അമ്മയാ. ആ, അമ്മ അക്ഷിതയുടെ മുത്തശ്ശിയാണോ? അതെ, മുത്തശ്ശി ഇരിക്കെ. എന്താ വൈകിയത്? ഞാൻ ഇങ്ങോട്ട് വന്നതല്ല, കുറച്ച് തിരക്കില. മരുന്നിന്റെ കാര്യം ആയതുകൊണ്ട് പറയാൻ വന്നേ ഉള്ളൂ. ഓ, എന്തായാലും ചടങ്ങ് ഭംഗിയായി നടക്കട്ടെ. വസുമതി, ഇവ മറന്നുപോയാലും ഒന്ന് ഓർമ്മിപ്പിച്ചേക്ക്. അമ്മ ഒരു പ്രത്യേക ടൈപ്പാ. എല്ലാത്തിനും സ്വന്തമായ ഇഷ്ടാനിഷ്ടങ്ങളും തീരുമാനങ്ങളും ഉണ്ട്. അതെ അതെ. ക്ഷേത്രത്തിൽ എന്തോ വഴിപാട് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ മുതൽ തിരക്കില്ല. എല്ലാം അശിത മോക്ക് വേണ്ടിട്ടാ. മുത്തശ്ശിമാർക്ക് കൊച്ചുമക്കളെന്ന് പറഞ്ഞ ജീവനാ. അതിന്റെ അതെ അതെ അതെ.
രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടായ സ്ഥിതിക്ക് ഇനിയധികം വെച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? എന്റെ അഭിപ്രായം അത് തന്നെയാ. നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. അഷിതയുടെ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാവരുടെയും ഇഷ്ടം പോലെ നടക്കട്ടെ. എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമായ സ്ഥിതിക്ക് നമുക്കല്പം മധുരം കഴിക്കാം. വെയിറ്റ്. ഇത് പൃഥ്വിയുടെ കാറാണല്ലോ. മോളെ വാ. വസുമതി ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. അവരുടെ ആ പോക്കിൽ എന്തോ ഒരു കളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ അതൊരിക്കലും അഷിതയുടെ വിവാഹക്കാരിയായിരിക്കും ഞാൻ ചിന്തിച്ചില്ല. അത് പോട്ടെ മുത്തശ്ശി, അത് കാര്യാക്കണ്ട. അങ്ങനെ വെറുതെ വിടാൻ ഇതത്ര നിസ്സാര കാര്യമൊന്നല്ല. ഈ കുടുംബത്തിലൊരു വിവാഹ ആലോചന നടക്കുമ്പോ നമ്മൾ അറിയണ്ടേ? മുത്തശ്ശിയോട് പറഞ്ഞ എന്റെ കാര്യം പറഞ്ഞ് മുത്തശ്ശി വഴക്കുണ്ടാക്കിയാലോ എന്ന് കരുതിയായിരിക്കും പറയാതിരുന്നത്. അതെനിക്കറിയാം. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, നീ ഈ വീട്ടിലെ മൂത്ത മകളാ, അല്ലാതെ വേലക്കാരിയൊന്നുമല്ല. അഷിതക്കും അഭിജിത്തിനുള്ള എല്ലാ അധികാരവും അവകാശവും നിനക്ക് ഇവിടെ ഉണ്ട്. എനിക്ക് അവകാശവും അധികാരവും ഒന്നും വേണ്ട മുത്തശ്ശി. ഇങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിലും ഇന്ന് നിങ്ങളോടൊപ്പം എനിക്ക് കഴിയാൻ സാധിച്ചാ മതി. നിന്റെ ഈ ചിന്താഗതിയാണ് നിന്റെ ശത്രു. നീ ഒന്നോർത്തോ, നമ്മളെ വില തീരുമാനിക്കുന്നതേ നമ്മൾ തന്നെയാ. എല്ലാവർക്കും മുന്നിൽ താഴാനും ചവിട്ടിത്തേക്കാനും നിന്നുകൊടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അത് തന്നെയായിരിക്കും അവസ്ഥ. വസുമതി പറയുന്നത് എതിർക്കേണ്ടതാണെങ്കിൽ എതിർക്കുക തന്നെ വേണം. അങ്ങനെയല്ല മുത്തശ്ശി, ചെറിയമ്മ എതിർത്ത് എനിക്കൊന്നും പറയാനോ ചെയ്യാനോ സാധിക്കില്ല. നിന്റെ അച്ഛനെ നിനക്ക് വേണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. എന്നെ എതിർത്ത് നീ ഒന്നും ചെയ്യില്ലെന്നും പറയില്ലെന്നും സത്യം ചെയ്തു തരണം. എന്താ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ സത്യം ചെയ്തതാ. ചെയ്യ്. എന്നോ ചെയ്തു കൊടുത്ത സത്യത്തിന്റെ പേരിൽ ഇനിയും സ്വന്തം ജീവിതം നീ നശിപ്പിക്കരുത് മോളെ. നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ഞാനിത് പറയുന്നത്. പൂർണിമേ, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ ചെറിയമ്മ? അല്ല, അഷിതയും വീട്ടുകാരെയും കുറിച്ച് നന്നായി അന്വേഷിച്ചു തന്നെയാണോ ഈ ഒരു ബന്ധത്തിന് മുൻകൈ എടുക്കുന്നത്? അതെന്താ ചെറിയമ്മയ്ക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം? എനിക്കെന്തോ അവരുടെ മൊത്തത്തിലുള്ള പെരുമാറ്റവും രീതികളൊന്നും തീരെ പിടിച്ചിട്ടില്ല. നിനക്കല്ലെങ്കിൽ തന്നെ ആരെയാ ഇഷ്ടപ്പെടുന്നത്? ആരെന്ത് ചെയ്താലും കുറ്റം മാത്രമല്ല നീ കാണൂ. കുറ്റം കണ്ട കുറ്റമാണെന്ന് തന്നെ ഞാൻ പറയും. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ആ വീട്ടിലെ കാരണവത്തി അഷിതയുടെ മുത്തശ്ശിയുടെ പെരുമാറ്റം ശരിയായിരുന്നോ? അതെ, അത് ഏട്ടത്തി പറഞ്ഞത് ശരിയാ. എനിക്കും അതിലെന്തോ ഒരു പന്തികേട് തോന്നി. ഒന്നും അറിയാത്ത പോലെയാ അവസാന നിമിഷം അവര് വന്നു കയറിയത്. എന്നിട്ട് മരുന്നിന്റെ കാര്യം പറയാനാണെന്നൊരു ന്യായവും. പൂർണിമേ, ഇവര് പറയുന്നതിൽ കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് ക്ഷേത്രകാര്യങ്ങളായിട്ട് തിരക്കിലായിരുന്നെന്ന് അവര് പറഞ്ഞല്ലോ. എനിക്കതൊന്നും അത്ര വിശ്വാസമായിട്ടില്ല. സ്വന്തം കൊച്ചുമകളുടെ വിവാഹ കാര്യത്തെക്കാൾ പ്രാധാന്യം ക്ഷേത്രത്തിലെ കാര്യത്തിന് കൊടുക്കോ? ഇനി അങ്ങനെ കൊടുക്കുന്നവരാണെങ്കിൽ തന്നെ എന്തിനാ ഇടയ്ക്ക് കയറി വന്നത്? ഇതൊക്കെ നമ്മളുടെ ചിന്തകളുടെ കുഴപ്പമാണ്. ഒരു കാര്യത്തെ പോസിറ്റീവായും നെഗറ്റീവായും കാണാം. നമ്മളെല്ലാം പോസിറ്റീവായി കണ്ടാ പോരെ. പിന്നെ അഷിത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതല്ലേ, നമ്മൾ അത് നോക്കിയാ പോരെ. ഓ,
വിവാഹശേഷം ആ കുട്ടി ഇങ്ങോട്ടല്ലേ വരുന്നത്, പിന്നെന്താ? അതെ, കുറ്റം കുറവ് നോക്കാൻ നിന്നാലേ അത് പ്രശ്നമാവും. കാരണം അത് അവർക്കും അന്വേഷിക്കാമല്ലോ. അഷിതയുടെ കാര്യത്തിൽ എനിക്ക് തെറ്റിയിട്ടില്ലെന്ന് തന്നെയാണ് പൂർണ്ണ വിശ്വാസം. പൃഥ്വിക്ക് യോജിച്ച ബന്ധം തന്നെയാ ഇത്. ഞാൻ അവന്റെ അമ്മയല്ലേ, ആ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാ. എന്റെ മോന് ഏറ്റവും മികച്ചത് തന്നെ വേണമെന്നാ എന്റെ ആഗ്രഹം. ആ കാര്യത്തിൽ നിനക്ക് ഒരു ടെൻഷനും വേണ്ട. ഈ ബന്ധം തീരുമാനിച്ചത് പൂർണിമയാണ്. ഇവൾക്കൊരിക്കലും തെറ്റില്ല. നിക്കേ